നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ബന്ദികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താമെന്ന നിർദ്ദേശവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ. പരമാവധി സിവിലിയൻ കുരുതി ഒഴിവാക്കാനും ഗസയിൽ കൂടുതൽ ഉൽപ്പന്നം എത്തിക്കുവാനും ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗസയിൽ മരണം 20,000 കടന്നു. അമേരിക്കയുടെ വീറ്റോ ഒഴിവാക്കാൻ രക്ഷാസമിതിയിലെ വോട്ടിംഗ് വീണ്ടും മാറ്റി. യമനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന താക്കീതുമായി ഹൂത്തികൾ. ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം കടുത്തതോടെ ബന്ദികളുടെ കൈമാറ്റം ഉറപ്പാക്കാൻ ഉദാര വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഹമാസ് ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിച്ചാൽ 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താൻ തയ്യാറാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേലി ചാനൽ 13 റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ പ്രധാന തടവുകാരെ മോചിപ്പിക്കുന്നതിന് പുറമെ ഗസയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ല എന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. ഈജിപ്ത് നേതാക്കൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ നിർദ്ദേശം സമർപ്പിച്ചു. എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തലില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് പ്രതികരണം. ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനത്തിലും ഇതുതന്നെ ആവർത്തിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നുമാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ നിലപാട്. അതിനിടെ US വീണ്ടും വീറ്റോ ചെയ്യുമെന്ന ആശങ്കയുടെ പേരിൽ UN രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയത്തിലെ വോട്ടിംഗ് ഇന്നത്തേക്ക് മാറ്റി. വെടിനിർത്തൽ എന്ന പ്രയോഗത്തിന് പകരം ശത്രുത വൈകാതെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാക്കി പ്രമേയവാചകം മാറ്റിയിരുന്നു. ഗസയിലേക്ക് ഇസ്രായേൽ പരിശോധന നടത്തി ട്രക്കുകൾ പരിമിതമായി കടത്തിവിടുന്നത് UN നിയന്ത്രണത്തിലേക്ക് മാറുന്നത് അംഗീകരിക്കാനാകില്ല എന്നതാണ് US ഇന്നലെ അറിയിച്ചത്. ചെങ്കടലിൽ സംയുക്ത നാവിക സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക രൂപം നൽകിയെങ്കിലും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൂത്തികൾ. യമനെ ആക്രമിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വിലയൊടുക്കേണ്ടി വരുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകി. ഗസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യയും രംഗത്ത് വന്നു. ഹൂത്തികളും മലേഷ്യയും നൽകുന്ന സഹകരണത്തിന് ഹമാസ് നേതാക്കൾ നന്ദി അറിയിച്ചു. അതിനിടെ വടക്കൻ തെക്കൻ ഗസകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 200-ലേറെ പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു. ഗസയിൽ ഇതിനകം മരണം 20,000 കടന്നു. ഇവരിൽ 8,000 കുട്ടികളും 6,200 സ്ത്രീകളും ഉൾപ്പെടും. ലെബനനും സിറിയയ്ക്കും നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം. ഗസയിൽ നിരവധി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അൽ ഖസം ബ്രിഗേഡ് അറിയിച്ചു. അതേസമയം കാൻ യൂനിസിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുവാൻ ഉത്തരവിട്ടു ഇസ്രായേൽ. കാൻ യൂനിസ് നഗരത്തിന്റെ മധ്യതെക്കൻ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനാണ് നീക്കം. ഈ മേഖലയുടെ 20% പ്രദേശത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുക. വടക്കൻ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് വീടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന 1.41 ലക്ഷം പേർ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുമ്പ് ഏകദേശം 1.11 ലക്ഷം പേരാണ് പ്രദേശത്ത് താമസിച്ചിരുന്നത്. ബുധനാഴ്ചയാണ് ആളുകളെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത്. ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന UN ഓഫീസാണ് ഇസ്രായേലിന്റെ ഉത്തരവ് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. ആളുകളെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അത് ഫലസ്തീനിലെ തെക്കൻ നഗരങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും UN ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഫലസ്തീനികൾ കൂട്ടത്തോടെ തെക്കൻ നഗരങ്ങളിലേക്ക് കുടിയേറിയിരുന്നു. എന്തിനാണ് ഇസ്രായേൽ ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും UN ഏജൻസി അറിയിച്ചു. അതേസമയം ഇസ്രായേൽ സേന ഗസ നഗരത്തിൽ 11 പേരെ കൊല്ലുകയും നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ആക്രമണത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും UN അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗസ നഗരത്തിലെ കെട്ടിടത്തിൽ അഭയം തേടിയ 3 കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് ഇസ്രായേൽ വെടിവെച്ചു കൊന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്ത് നിന്ന് മാറ്റിയാണ് ഇസ്രായേൽ സേന കൊന്നത്. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ട് താൽക്കാലിക വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ ഗസയെ ചോരയിൽ മുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ. ജനവാസ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ചയും വ്യാപകമായ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഫലസ്തീൻ ജനതയ്ക്കെതിരെ തുടരുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ കപ്പലുകൾക്ക് തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി മലേഷ്യൻ സർക്കാർ. പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾക്കാണ് രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ തുടരുന്ന കൂട്ടക്കൊലയ്ക്കും ക്രൂരതയ്ക്കുമെതിരായും അടിസ്ഥാന മാനുഷിക തത്വങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിക്കുന്ന ഇസ്രായേലിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിരോധനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനൊപ്പം ഇസ്രായേൽ പതാക പതിപ്പിച്ച കപ്പലുകളെയെല്ലാം മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിൽ നിന്ന് വിലക്കുമെന്നും അൻവർ പറഞ്ഞു. ഫലസ്തീനിൽ തുടരുന്ന നരനായാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത കൂട്ടായ്മ കപ്പലുകൾക്ക് മലേഷ്യയിൽ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ കപ്പൽ കമ്പനികൾക്ക് വ്യാപാര അവസരമൊരുക്കുന്നതോടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ മലേഷ്യൻ സർക്കാർ ഗൗരവമായി കാണുന്നില്ലെന്ന് ലോകം മനസ്സിലാക്കുമെന്നും സംഘടന വ്യക്തമാക്കിയിരുന്നു. നന്ദി, നമസ്കാരം.